ഫ്ലാഷ് ബാക്ക്. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്? ഫോൺ എടുത്തില്ല, ഇനി ബസ്സും കിട്ടൂല. നീ വാ. കാണാലോ. അതെ, നീ ഇങ്ങോട്ട് പോര്, നമുക്കിവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം. എന്നിട്ട് വേണം നിങ്ങളുടെ പെണ്ണും പിള്ള വന്ന് എന്നെ തല്ലാനെ. അവരൊക്കെ ഇപ്പൊ വരില്ലേ? ഇല്ലടി, അവളിവിടെ ഇല്ലാത്തോണ്ടല്ലേ നിന്നെ വിളിക്കുന്നത്. നീ ഇങ്ങോട്ട് പോര്, എന്റെ ചക്കര ഇങ്ങോട്ട് പോര് കേട്ടോ. നല്ല കെട്ടിപ്പിടിച്ച് ഇറുക്കിയൊരു ഉമ്മ തരുവോ? അയ്യോ, പോയില്ലായിരുന്നു. അകത്ത് നിങ്ങൾ ഇത് എന്തെടുക്കുവാ? നീ എന്ത് ചെയ്യും? നാഗവല്ലി കളിക്കാം. ഏതാവളാ അത്? നീ ആര്? ഞാൻ നിങ്ങളുടെ ഭാര്യ. ஐயோ, இந்த நாகு எവിടെ? நாகு, நீ எங்க இருக்க நாகு? அண்ணே, நான் எங்க இருக்கனே? நீ எங்க போச்சு? நாகு அண்ணே, നാഗു അണ്ണേ. ബിജു ഏട്ടാ. നീ ഗംഗയെന്നാണോ വിളിച്ചത്? അല്ല, ബിജു ഏട്ടാന്ന്. ആ, എന്നാ ഓക്കെ. എൻ്റെ പൊന്നു ദൈവമേ, ഇപ്രാവശ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വീഴണേ. എനിക്ക് അപ്പോഴേ അറിയാം ഇതൊന്നും വീഴത്തില്ലെന്ന്. ഇതൊറ്റ കാരണം കൊണ്ടാണ് ഈ കളി പറക്കുന്നത്. ഡേയ്, ഇനി നീ കളി ശ്രദ്ധിച്ചിരുന്ന് ഇത് പഠിച്ചോണം. കുറേ നാളുകൊണ്ട് നീ ഇത് ഉണ്ടാക്കുന്നുണ്ടടാ. ഉന്നം വയ്ക്കാൻ പഠിച്ചോണം. ഓം ശാന്തി. ശാന്തി മോളെ, പറഞ്ഞോളൂ. ഓ, ഞാൻ ദാ എത്തി എൻ്റെ ചക്കരേ, ഞാൻ എത്തി. ഇവിടെ ഇരുന്നിട്ട് ഒരു എത്തും ചിലപ്പമില്ല. ഞാൻ ദാ വന്ന്. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ ദാ എത്തി. അമ്പുവേ. എന്താ? ആരാ ഫോണില്? അയ്യോ, എൻ്റെ പെണ്ണായിരുന്നു. എടാ, നിന്ന് കിണങ്ങാതെ ഇങ്ങോട്ട് വാ, ഞാൻ വീട്ടിലോട്ട് പോവാ. ഇന്ന് പൂജയൊന്നും ഇല്ലയോ? ഒരു നുള്ളു പൂ കൈ കൊണ്ട് വാരിയിട്ട് വർഷങ്ങളായി. ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. ഓം ശാന്തി. എൻ്റെ അമ്മയാണ്, എൻ്റെ മക്കളാണ്. എടാ, ഒന്ന് പറഞ്ഞു പറയാം, ഞാൻ സ്വാമിയാണെന്ന്. സത്യമായിട്ട് എൻ്റെ ആശ സ്വാമിയാണ്. പറഞ്ഞോളൂ. സ്വാമി, ഭർത്താവിന്റെ ശരീരത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ട്. ദയവായി ഒന്ന് ഇവിടം വരെ വരണം. തീർച്ചയായിട്ടും നാം എത്തുന്നതായിരിക്കും. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോ. ആ ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്കൂ. വേഗം പോയിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങൾ പറഞ്ഞിട്ട് വാ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു പൂജയും കൂടെ കിട്ടി. ദൈവമേ, എൻ്റെ ശാന്തി കുഞ്ഞിനെ വിളിച്ച് പറയട്ടെ. ഓം ശാന്തി. മോളെ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് വരത്തില്ല, എനിക്കൊരു പൂജയുണ്ട്. ഞാൻ നാളെ രാവിലെ എത്തിക്കൊള്ളാം. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അയ്യോടാ, മുത്തല്ലേടാ, ചക്കരയല്ലേടാ. നാളെ ഞാൻ രാവിലെ അങ്ങ് എത്തും. എന്ത് പോരെ? വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ പൂജയല്ലേ, കളയാൻ പറ്റുമോ? ശരി. പിന്നെന്ത്? വെച്ചോ. അമ്മ. എടാ അമ്പു, എടാ, ഇനി പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം പറക്കി വെച്ചോ. ഒന്നും മുടക്കരുത്. ഭസ്മം തീർന്ന്. എടാ, അടുപ്പിന് ചാമ്പല് വാരി വേടാ. സിന്ദൂരമൊന്നും ഇല്ല ഇവിടെ. എടാ, അടുക്കളക്കകത്ത് ആ കളറിലുള്ള എന്തെങ്കിലും മാറിക്കൊണ്ട് വാ. ഇതും നീ മുടക്കോ നീ? എന്നാ വാ. ഭഗവാനെ. എന്ത് പറ്റി ആശാനെ? നല്ല ഉണക്ക ചമ്മന്തിയുടെ മണം വരുന്നു. ഇവിടുന്ന് ഉണ്ടേ വെച്ചേ പോവാവൂ. ഞാൻ കരുതി സ്വാമി മന്ത്രം കണ്ടാ ജനിക്കോ. ഇതില് ആരെ ഭർത്താ ബാധ കൂടിയത്? ബിജു ചേട്ടന്റെ ദേഹത്ത്. എങ്ങനെ? ബിജു ചേട്ടന്റെ ദേഹത്ത്.
അമ്മേ ശിഷ്യ എടുക്കൂ. പിടിക്കൂ, അതിങ്ങെടുക്കൂ. ഇതെന്തോരാ? ആശാനല്ലേ പറഞ്ഞ അടുക്കളയിൽ പോയി ചുമന്ന സാധനം എടുത്തോണ്ട് ദ്രോഹി ചിരിക്കുന്നോടാ പട്ടി. ശിഷ്യ എടുക്കുവാടി, പിടിക്കവനെ. നിർത്ത്. എനിക്ക് ബാധയും കറിയില്ല, ഒരു കോപ്പും കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നീ കറി വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ അതിനാണ്. അതെനിക്ക് അറിയായിരുന്നു, നിങ്ങൾക്ക് 2 അടി കിട്ടേണ്ടതുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. ഇവന് മാത്രമല്ല, ഇവനെ പോലുള്ള ആണുങ്ങളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന കുറെ അലവലാതി പെണ്ണുങ്ങളുണ്ട്. അവക്ക് കിട്ടുന്നടി. എന്റെ മുത്തന്നെ നോക്കിയിരിക്കുവായിരുന്നോ നീലേട്ടാ? ഓ ശാന്തി.